വീട്ടിലായിരുന്നു ഇതേപോലെ സ്ഫോടനം നടന്നത് അല്ലേ? ആ അന്ന് അതിൻ്റെ ഒരു ബാക്കി പത്രമാകാനുള്ള സാധ്യത ഉണ്ടോ ഇത്? അല്ലല്ല, അന്ന് അതിൻ്റെ ബാക്കി പത്രമില്ല. അത് കമ്പിളിയിൽ അന്ന് പരിധി വീടിലും പോയതല്ലേ. പിന്നെ അതിൻ്റെ ബാക്കി പത്രം വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് കൊണ്ടാക്കുന്നില്ലാണ്ട്. ഈ പരിസര പ്രദേശത്തേക്ക് ഇങ്ങനെ ഉണ്ടാവുന്നത് നിങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ ഒരു പേടിയല്ലേ? നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്. ബാക്കിയെങ്കിൽ പണ്ടല്ലേ എവിടുന്നാ വരുന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. നേരം പേരും വരുന്നല്ലേ. പിന്നെ ഇപ്പം മുന്നേ നിന്ന വീട്ടിലാരും ഇപ്പം താമസമില്ലല്ലോ. അതെല്ലാം കുറേ പണിക്കാരുള്ളൂ. അവിടെ പറയാം നിങ്ങളെ വീടിൻ്റെ നേരെ മുന്നിൽ വീട്ടിൽ അവിടെ കുറേ പണിക്കാർ നിൽക്കുന്നുള്ളൂ. അന്ന് ഈ സ്ഫോടനം നടന്ന സമയത്ത് നേരെ ആ മുന്നിലെ വീട്ടിലേക്കായിരുന്നു. ആ സമയത്ത് നേരെ ഇവരൊക്കെ കയറി പോവുകയൊക്കെ ചെയ്തു. അവരവിടെയാണ് താമസം. അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു വന്നില്ലേ നമ്മളെ വീട്ടിൽ. അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു വന്നില്ലേ. ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ നമ്മളില്ല, നമ്മൾ പിറ്റേന്ന് 10 മണിക്കല്ലേ അറിയുന്നുള്ളൂ. അന്ന് 6:30 വന്ന് പോയല്ലേ നമ്മൾ. അതിനുശേഷം നമ്മൾ വൈകുന്നേരം രാത്രിയിലാണ് അന്ന് സംഭവിച്ചത്. അന്ന് രാത്രി 12:30-1 മണിക്കല്ല സംഭവിച്ചത്. സ്ഥിരം ബോംബ് കണ്ടെത്താലും ഇവിടെ അന്വേഷണം നടത്തി പല സ്ഥലത്തും ബോംബ് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ സ്ഫോടനം നടന്നത് കഴിഞ്ഞ വർഷം. അതിന് തുടർച്ചയായിട്ട് ഇപ്പോൾ വീണ്ടും അതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. രാവിലെ നിങ്ങളാണോ തൊഴിലാളിയായിട്ട്? അല്ല നമ്മൾ അനിയനാണ് തെങ്ങ്? അനിയനല്ല, വേറെ ആൾ കയറിയാണ്. വേറെ ആൾ അനിയൻ കൂടെ ഉണ്ടായിരുന്നു. തേങ്ങ വരയ്ക്കുന്ന ആളെ കൂടെ ഉണ്ടായിരുന്നു. ചേർത്ത് ഒപ്പരം വന്നതാണ്, ഒരുമിച്ച് വന്നതാണ്. 2 സ്റ്റീൽ പാത്രമാണ് ആദ്യം. 2 സ്റ്റീൽ പാത്രം. അങ്ങനെ ഒന്നും ചെയ്തില്ല. അപ്പോൾ പെട്ടെന്ന് പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. ഒരു 9 മണിക്ക് ശേഷമാണിത് കണ്ട്. അപ്പുറത്ത് തേങ്ങ വരച്ചതിന് ശേഷം ഇവിടെ വന്നപ്പോൾ തേങ്ങ വരയ്ക്കാൻ തെങ്ങിൻ്റെ ഉള്ളിൽ പോകുമ്പോഴാണ് ഇത് കാണുന്നത്. പറഞ്ഞാൽ വലിയ പേടിയാണ്. ഈ പറമ്പിൽ ഇപ്പോൾ 2 ദിവസം മുന്നേ നമ്മളെപ്പോൾ അണ്ടി പെറുക്കാനൊക്കെ വരുന്നത്, അണ്ടി പെറുക്കാനും തേങ്ങ പെറുക്കാനൊക്കെ ഇത് വലിയ പ്രശ്നമാണ്. കുറച്ച് കാടുണ്ടെങ്കിലും നമ്മൾ തേങ്ങ അണ്ടിയെല്ലാം പെറുക്കുന്നതാണ്. അപ്പോൾ എവിടെയാ എന്താ ഉള്ളതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇത്. വളരെയേറെ സങ്കീർണമായൊരു പ്രശ്നമാണ്. ഈ സ്റ്റീൽ പാത്രം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് പഴക്കമുള്ളത് പോലെ തോന്നുന്നുണ്ട്. പറയാൻ പറ്റില്ല, അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്കതിന് അത് പരിശോധിച്ചാൽ മാത്രമല്ലേ പറയാൻ പറ്റൂ.